കാസർഗോഡ് കണ്ണൂർ ദേശീയപാതയിൽ നീലേശ്വരം പടുവളം ഭാഗത്ത് വിള്ളൽ. നാട്ടുകാരാണ് വിള്ളൽ കണ്ടത്. പിന്നാലെ നിർമ്മാണ കമ്പനിയായ മേഘയുടെ തൊഴിലാളികൾ ടാറും കോൺക്രീറ്റും ഉപയോഗിച്ച് വിള്ളൽ അടയ്ക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. 10 മീറ്ററിലധികം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയാണ് ഇവിടെ ദേശീയപാത നിർമ്മിച്ചത്. ഷഫീഖ് നസ്രുള്ളയുടെ റിപ്പോർട്ട്. പടുവളത്തെ അടിപ്പാതയോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. രണ്ട് ഭാഗത്തും ഈ 6 വരി പാതയുടെ രണ്ട് ഭാഗങ്ങളിലായാണ് ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടത്. 150 മീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ നടത്തിയ ഒരു പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിള്ളൽ കണ്ടത്. പല സ്ഥലങ്ങളിലും വിള്ളൽ രൂപപ്പെടുന്നതിൻ്റെ ഒരു ആശങ്കയിൽ ആ പ്രദേശത്തെ ഈ നാട്ടുകാർ ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് വലിയ ആഴത്തിൽ വിള്ളൽ കണ്ടു. ആ വിള്ളൽ കണ്ടതിന് ശേഷം നിർമ്മാണ കമ്പനി അവിടെ ടാർ ഉപയോഗിച്ച് അത് അടക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. നാട്ടുകാർ അങ്ങനെ അടക്കുന്നതിൽ ആശങ്കയാണ്. അങ്ങനെയല്ല, ശാസ്ത്രീയമായി തന്നെ ഇതിനെ അടക്കുന്നതിന് ബലപ്പെടുത്തുന്നതിനുള്ള നടപടിയാണ് വേണ്ടത് എന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ മുതൽ തന്നെ ധാരാളം ആളുകൾ ഇവിടെ സംഘടിച്ചിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം നാട്ടുകാർ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ടൊരു ആശങ്ക? വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഈ റോഡിൻ്റെ പണി നടന്നിട്ടുള്ളത്. കേരളത്തിലുടനീളം ഇതുപോലുള്ള അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു റോഡാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറേ കുടുംബ അംഗങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇത് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് വല്ലാതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ റോഡിൻ്റെ പണി ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്തില്ലെങ്കിൽ വൻ പ്രതിഷേധവുമായി നമ്മൾ നാട്ടുകാർ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇതിൻ്റെ പരിസരങ്ങളിൽ ധാരാളം വീടുകളുണ്ട്. അത് തൊട്ടടുത്തുള്ള ഒരു നാട്ടുകാർ, നിങ്ങൾ ഇവിടെ തൊട്ടടുത്താണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭീതി എത്രത്തോളം ഉണ്ട്? ഇതൊരു പൊട്ടിയൽ, ഇപ്പോൾ ഒരു വിള്ളലാണുള്ളത്, അത് പൊട്ടി വീണാലുണ്ടാവുന്നൊരു ഭയപ്പാട്, അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കി കാണുന്നത്? ഇവിടെ ഈ നിർമ്മാണം മണ്ണിട്ടിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ ഒരു കാലവർഷം വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഭവമുണ്ടായി. ഇനി ഇത് ഭീകരമായി തുടർന്നാൽ ഇതിൻ്റെ ഭിത്തി പൊട്ടി മണ്ണൊക്കെ ഈ സമീപ വീടുകൾ മുങ്ങിപ്പോകാനുള്ള ഒരു പ്രവണതയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ 2 നിലയ്ക്കും മുകളിലാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് പൊട്ടിയാൽ ഞങ്ങളൊക്കെ വളരെ ഭയാശങ്കയോടുകൂടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. പൊട്ടിയാൽ എല്ലാ വീടുകളും മണ്ണിനടിയിൽ ആകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിച്ചത് ഇപ്പോൾ അവർ നടത്തുന്നത് ഒരു താൽക്കാലികമായ നടപടി മാത്രമാണ്. ഇപ്പോൾ മഴ പെയ്താൽ വെള്ളം ഈ റോഡിന് അകത്തേക്ക് പോവാതിരിക്കാനുള്ള താൽക്കാലികമായൊരു സംവിധാനമാണ് ഈ മെറ്റലും അതോടൊപ്പം തന്നെ ടാറും ഉപയോഗിച്ച് അവർ നടത്തുന്നത്. അത് ശാശ്വതമായി അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും 1 മീറ്റർ വീതിയിൽ അത് കുഴിച്ച് അവിടെ നേരത്തെ മണ്ണ് മുതൽ മുകളിലോട്ട് മെറ്റൽ എങ്ങനെയാണോ അതിൽ സ്ഥാപിച്ചിരുന്നത് അതിന് സമാനമായ സ്വഭാവത്തിൽ തന്നെ ഈ വിള്ളൽ കണ്ടെത്തിയ ഭാഗങ്ങളിൽ അവർ വീണ്ടും മെറ്റലിട്ട് അതിനെ ഉറപ്പിക്കും. അതിൻ്റെ നടപടിയിലേക്കായിരിക്കും കടക്കുക. അതോടൊപ്പം ഈ നിർമ്മാണത്തിനിടയിൽ മഴ പെയ്യാതിരുന്നത്, ഇപ്പോൾ പ്രതീക്ഷിക്കാതെ വന്ന മഴയും ഇങ്ങനെ വിള്ളലുണ്ടാവുന്നതിന് കാരണമാവുന്നു എന്നൊരു വിശദീകരണം നിർമ്മാണം കമ്പനി അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ചെർക്കള മുതൽ ഇങ്ങോട്ട് നടത്തുന്ന എല്ലാ റോഡുകളിലും ഇങ്ങനെ വിള്ളൽ, ചട്ടഞ്ചാൽ ഭാഗത്ത്, അതുപോലെ തന്നെ കല്യാൺ റോഡിൽ, കാഞ്ഞങ്ങാട് മാവുങ്കാലിനോട് ചേർന്ന കല്യാൺ റോഡിൽ, അങ്ങനെ നിരവധി സ്ഥലത്ത് ഈ നിർമ്മാണ കമ്പനിയുടെ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്, കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ ഉയരുന്നുണ്ട്. അതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തണമെന്നൊരാവശ്യമാണ് ഇവിടെയും പടുവളത്തെ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.